ദുനിയാവിന് ഞാൻ പ്രാധാന്യം കൊടുക്കാതെയായി. ഞാൻ ദുനിയാവ് വേണ്ട എന്ന നിലപാടിലെത്തി. ദുനിയാവ് എനിക്ക് വലിയ ഭാരമായി തോന്നി. ദുനിയാവിനെ സംബന്ധിച്ച് എനിക്ക് മോഹങ്ങളില്ലാതെയായി. അങ്ങനെ ഞാൻ ദുനിയാവിന് മോഹങ്ങളില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാൻ മനസ്സിലാക്കിയപ്പോ, ദുനിയാവ് എനിക്ക് വേണ്ട എന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ നബിയേ? ഫസ്തവാ ഇൻദി ദഹബുഹാ വമുദുറുഹാ. ദുനിയാവിലെ മണ്ണും പൊന്നും എനിക്ക് സമമായി. മഹാനായ ഹാരിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എങ്ങനെയാണ് ദുനിയാവിലെ എനിക്ക് ഹക്കായ നിലയിലെ മോമിനാണെന്ന് പറയാൻ കഴിഞ്ഞതെന്നറിയോ? ഞാൻ ദുനിയാവ് അങ്ങ് വേണ്ട എന്ന് വെച്ചു. ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ എനിക്ക് അന്യമാണെന്ന് മനസ്സിലാക്കി. പ്രാധാന്യം ഞാൻ പരലോകത്തിന് കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ എന്താ മനസ്സിലായതെന്നറിയോ നബിയേ? ഫസ്തവാ ഇൻദി ദഹബുഹാ വമുദുറുഹാ. ഈ ഭൂമിയിലെ ദുനിയാവിലെ മണ്ണും പൊന്നും, അഥവാ ഇവിടത്തെ ഭൂമിയും സ്വർണ്ണാഭരണങ്ങളല്ല. ഇവിടുന്ന് ഒരു പിടി മണ്ണ് വാരി എന്റെ ഇടത് കയ്യിൽ വെച്ചാൽ, ഒരു പിടി പൊന്നു വാരി ഞാൻ എന്റെ കയ്യിൽ വെച്ചാൽ, ഫസ്തവാ ഇൻദി ദഹബുഹാ വമുദുറുഹാ. ഈ പൊന്നും ഈ മണ്ണും എനിക്ക് സമമായി. ഇത് രണ്ടും എന്റെ കണ്ണിൽ ഒരുപോലെ തന്നെയാണ്. ഫാളുമഅ്തു നഹാരി. പകല് മുഴുവൻ ഞാൻ വ്രതശുദ്ധിയിലായി. വസ്ഹറത്തു ലൈലി. പാതിരാത്രികൾ മുഴുവൻ ഞാൻ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഹാരിസ് ബിൻ മാലിക് തങ്ങളെ പറയാണ്, കന്നി അൻളുറു ഇലാ അഹ്ലിൽ ജന്നതി യുനഅമൂ. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ സ്വർഗത്തിലാണെന്നാ. ആ സ്വർഗത്തിലാണ് ഞാനെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോ, അതല്ലെങ്കിൽ സ്വർഗത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് എന്ന് എനിക്ക് ചിന്ത വന്നപ്പോ, യുനഅമൂ, അതിനകത്ത് അനുഗ്രഹങ്ങളുടെ ആസ്വാദനം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. നരകാവകാശികളിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോ, അതിനകത്ത് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി നബിയേ. സ്വർഗമാണ് എന്റെ സങ്കേതമെന്ന് ഞാൻ ചിന്തിച്ചപ്പോ, ആ സ്വർഗത്തിൽ എനിക്ക് സൽസബീൽ കിട്ടുന്നത് എന്റെ മനസ്സിൽ വന്നു. തസ്നീം കുടിക്കുന്നത് എന്റെ ചിന്തയിൽ വന്നു. നബിയേ, നരകാവകാശിയാണ് ഞാനെന്ന് ചിന്തിച്ചുകൊണ്ട് നരകത്തെ പറ്റി ആലോചിച്ചപ്പോ, നരകത്തിന്റെ ഭീകരമായ ശിക്ഷകളെ പറ്റി ഞാൻ അനുഭവിക്കേണ്ട അവസ്ഥയിലെത്തിയെന്ന് ബോധ്യം വന്നു. ഇതങ്ങോട്ട് റസൂലുള്ളാഹിയോട് മഹാനായ ഹാരിസ് ബിൻ മാലിക് തങ്ങൾ പറഞ്ഞപ്പോ, സഹോദരങ്ങളെ, റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? നീ യഥാർത്ഥ ജ്ഞാനിയായിരിക്കുകയാ. യഥാർത്ഥ ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഹഖുൽ യഖീൻ, അതായിരിക്കുകയാണ് നീ എന്ന് ഹാരിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ലോകത്തിന്റെ നായകന്, അജയനായ അമരക്കാരന്, റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വന്തം സഹാബി വര്യനോട് ചോദിക്കുക, എങ്ങനെയാ നീ രാവിലെ എണീറ്റത്? നമ്മുടെ ചോദിച്ചാൽ എന്താ പറയും? ഓ, രാവിലെ ഞാൻ എണീറ്റിട്ടൊരു കട്ടൻ പീടിയൊക്കെ വലിച്ച് ഞാൻ നേരെ പള്ളിയിലേക്ക് വെച്ച് പിടിച്ച്, ഇങ്ങനെയൊക്കെ നമ്മുടെ വർത്തമാനം. സഹാബി ഹാരിസ് ബിൻ മാലിക് തങ്ങളോട് ചോദിച്ചു, കൈഫ അസ്ബഹത യാ ഹാരിസ, എങ്ങനെയാ നീ നേരം വെളുപ്പിച്ചത്? അസ്ബഹതു മുഅ്മിനൻ ഹഖ്ഖൻ ഹഖ്ഖ. നബിയെ, ഞാൻ പ്രഭാതത്തിലായത് ഒറിജിനൽ മുഅ്മിനായിട്ടാ. എന്താ ഒറിജിനൽ മുഅ്മിനിന്റെ മീനിങ്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ, എന്താ നിനക്ക് ഇത്ര ഉറപ്പ്? നബിയെ, ഞാൻ ദുനിയാവില് വലിയ പ്രാധാന്യം കൊടുത്തില്ല. നേരം വെളുത്തപ്പോ എനിക്ക് ദുനിയാവ് വലിയ പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയില്ല. നമുക്കോ, ആദ്യം എഴുന്നേറ്റ് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? മൊബൈൽ എടുക്കല്ലേ. രാത്രി ആരൊക്കെ വിളിച്ചു, ഏതൊക്കെ മെസ്സേജ് വന്നു, മോശമായിട്ടല്ലെങ്കിൽ പോലും മൊബൈൽ എടുക്കാൻ. പെണ്ണുങ്ങളെ രാത്രി ഊരി വെച്ച മാല തലേനയുടെ അടിയിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ രാവിലെ എണീറ്റപ്പോൾ ദുനിയാവിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ പൊന്നും എനിക്ക് ഒരുപോലെയാണ്. ഒരു പിടി മണ്ണ് കിട്ടുന്ന അത്രേ ഉള്ളൂ, എനിക്കൊരു പിടി പൊന്ന് കിട്ടിയാൽ. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ അങ്ങ് സ്വർഗത്തിലാണ്. അപ്പോഴെനിക്ക് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായി നബിയെ. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ നരകത്തിലാണെന്ന്. അപ്പൊ എനിക്ക് വല്ലാത്ത പെടച്ചിൽ വന്നു നബിയെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ യഥാർത്ഥ ജ്ഞാനിയാണ്.
യഥാർത്ഥത്തിൽ നീ മുഅ്മിനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിൽ സ്വർഗത്തെ പറ്റി അങ്ങോട്ട് പറയുമ്പോൾ അവർ സ്വർഗത്തിൽ ഓടിക്കളിക്കുന്നത്, അവർ തിങ്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ സ്വർഗത്തിൽ ആണ്, സ്വർഗത്തിൽ അവർ കഴിക്കുന്നു, കുടിക്കുന്നു, തിന്നുന്നു, ഉറങ്ങുന്നു, ഇങ്ങനെയാണ് അവരുടെ ചിന്ത. അതുകൊണ്ടാണല്ലോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഭാര്യ അടുത്തു വന്ന്, ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവ് മരിക്കുന്ന നേരത്ത് ഒരു വല്ലാത്ത വിങ്ങലുണ്ടാവുമല്ലോ. ഭർത്താവ് ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരത്ത് ഭാര്യ നിലവിളിക്കുന്നു, വാ ഹുസ്നാ, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിളിച്ചപ്പോ സക്കറാത്തിന്റെ ഹാലിൽ കിടന്നിട്ട് മഹാനായ ബിലാൽ തങ്ങൾ പറയാ, വാ തർബാ, എന്തൊരു സന്തോഷം, സഹിക്കാൻ പറ്റാത്ത സന്തോഷം എനിക്ക്. ഭാര്യയോട് ചോദന്താ? ബിലാൽ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ അങ്ങോട്ടും മരിച്ചാൽ അടുത്ത സെക്കൻഡിൽ എനിക്ക് റസൂലുള്ളാഹിനെ കാണാമല്ലോ. നിബിതങ്ങളെ കാണാൻ പറ്റാത്ത മറ എന്താ? ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മരിച്ചാൽ അടുത്ത നിമിഷം എനിക്ക് മഹാനായ എന്റെ മുത്തിനെ കാണാം, സഹാബത്തിനെ കാണാം. നബിയെ സഹാബത്തിനെയും കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു സന്തോഷപ്പുളകിതനാവുകയാണ്. ഇത് കാരണം എന്താണ്? മരിക്കുന്ന നേരത്ത് പോലും അവർക്ക് യഖീൻ, ഈ മരിക്കുന്ന സമയത്തും അവർക്ക് യഖീൻ. അടുത്ത നിമിഷം എനിക്ക് അള്ളാന്റെ ഹബീബിനെ കാണാന്നുള്ള, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാന്നുള്ള ചിന്ത. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ പറ്റി പറഞ്ഞ അപ്പോഴേ അങ്ങോട്ട് കരച്ചിലാണ്. ഖബറെന്ന് കേട്ട ആ നിമിഷം കരയും. എന്താ കാര്യം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഞാൻ ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഉണ്ട്. ഖബറിനെന്ന് പറഞ്ഞാൽ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ ഖബറിനെ പറ്റി കേൾക്കുമ്പോൾ പള്ളിക്കാട്ടിലെ 2 മീസാൻ കല്ല്, കുറച്ച് പൊന്തിച്ച് വെക്കുന്ന മണ്ണിന്റെ കൂന, അതിനടിയിലെ 6 അടി മണ്ണ്, തള്ളക്കുഴി, പുള്ളക്കുഴി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. ഇവിടെ സ്ലാബല്ലേ, കോൺക്രീറ്റ് സ്ലാബല്ലേ, പലക തന്നെ. കരുനാഗപ്പള്ളിയിൽ ഞാൻ പഠിക്കുന്ന സമയം അവിടെയൊക്കെ കോൺക്രീറ്റ് സ്ലാബാണ്. കാരണം അവിടെ മണ്ണ് ഇതുപോലത്തെ മണ്ണല്ല, മണലാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടില് മരിക്കും, ഈ സീരിയസ് ആണെന്ന് അറിയുമ്പോഴേ കുഴിയെടുത്ത് തുടങ്ങണം, എങ്കിലേ 3-ാം വാദ്യെങ്കിലും അടക്കാൻ പറ്റും. അത്രയും വലിയ പാരിമണ്ണാണ്. ഇപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ കുഴി എടുത്തിട്ടിരിക്കുകയാണ്. മരിച്ചു കൊടുത്താൽ മതി, കൊണ്ട് നടക്കാൻ ആള് റെഡിയാ അല്ലേ? അപ്പൊ അത് നല്ലതാണ്. ഓരോ എടുത്തിട്ടിരിക്കുന്ന ഖബറിന്റെ അടുത്തൂടെ പോകുമ്പോൾ ഇതിൽ ആരായിരിക്കും ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിനെ പറ്റി ഉസ്മാൻ തങ്ങൾ കേൾക്കുമ്പോൾ താൻ ഖബറിലാണ്, ഖബറിലെ ചോദ്യം, ഖബറിലെ ഉത്തരം, ഖബറിലെ സ്വർഗത്തിന്റെ ആ വാതിലുകൾ, നരകത്തിന്റെ ജാലകങ്ങൾ, ഇതൊക്കെ അവർക്ക് മനസ്സിൽ വരികയാണ്. അതാണ് ഹക്കുൽ യഖീൻ. കേട്ടോണ്ടിരിക്കലും കാണുമ്പോൾ അറിവല്ല, അവർക്ക് ഹക്കായിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് മുൻഗാമികളായ മഹത്തുക്കൾക്ക് യഖീൻ ഉണ്ടായിരുന്നു. ആ യഖീൻ വല്ലാത്ത യഖീനാണ്. അല്ലാഹു നമുക്ക് ആ യഖീൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖീൻ അത് നമുക്കുണ്ടാകണം. മഹാന്മാരൊരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മുടെ യഖീൻ ഒരു ഉദാഹരണം ശരിയാണ്. യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു കഥയാണ്, ഒരു കഥയിലൂടെ പഠിപ്പിക്കാൻ ഉപമ. ഒരാൾ വലിയൊരു കൊക്കയിലേക്ക് വീണു, അഗാധ ഗർത്തമാണ്. ആ കൊക്കയിലേക്ക് ഇങ്ങനെ വീഴുക. ജീവിതത്തിൽ സുഹൃത്തൊന്നും ചെയ്യാത്ത മനുഷ്യനാണ് അയാൾ. ഇങ്ങനെ കൊക്കയിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോ അയാൾക്ക് മനസ്സിലായി, എന്തായാലും ഞാൻ താഴെ എത്തുമ്പോ എന്റെ റൂഹ് മുകളിലെത്തും. അതിൽ ഒരു സംശയമില്ല. അത്രയും വലിയ അഗാധ ഗർത്തം. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, അയാൾക്ക് എവിടെയോ ഒരു കച്ചിത്തുരുമ്പ് കിട്ടി. വഴിയിൽ അയാൾ പെട്ടെന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വള്ളി, ഒരു വേര് തന്റെ കയ്യിൽ കിട്ടി. ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ്. അയാൾ കിടന്നുകൊണ്ട് ഒരു കയ്യിൽ ഇങ്ങനെ വള്ളിയിൽ തൂങ്ങി നിന്നുകൊണ്ട് അയാൾ ചിന്തിച്ചു, വന്നതിനേക്കാളും ദൂരം താഴോട്ട് പോകാനുണ്ട് ഇനിയും. വല്ലാത്തൊരു ദുർവിധിയായി പോയി, വിനാശവിധിയായി പോയി. ഞാൻ ഇനിയെങ്കിലും നന്നാകണം. അതുകൊണ്ട് പടച്ചോനെ, ഇവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ ഇനി ജീവിതത്തിൽ നീ എന്ത് പറയുന്നു ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. അയാൾ പ്രതിജ്ഞ എടുക്കുകയാണ്. ഇത് ഈമാനാണ്, നമ്മളെ പോലെ. പക്ഷേ പോരാ, യഖീൻ ഉണ്ടാകണം. എങ്ങനെ? അപ്പൊ അള്ളാഹു ചോദിച്ചു അത്രേ. ഉദാഹരണമാണ് കേട്ടോ, ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടെന്നങ്ങ് ചോദിച്ചാലേ. ഇത് മഹാന്മാര് പഠിപ്പിച്ചൊരു ഉദാഹരണമാണ് നമുക്ക് മനസ്സിലാക്കാൻ.
അല്ല ചോദിച്ചു ഉത്തര നീ ഇപ്പൊ എന്താ പറഞ്ഞ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കോ? അതെ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, ജീവിതത്തിൽ ഒന്നും ഞാൻ ചെയ്യാത്തവനാണ്, പക്ഷെ നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഇനി നീ എന്ത് പറയുമോ ഞാൻ അനുസരിച്ചിരിക്കും. അല്ല ചോദിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കുവോ? അതെ, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അപ്പൊ അവന് ആകെ രക്ഷ ഒരു പിടിയാണ്, ഒരു പള്ളി. വന്നതിനേക്കാളും ദൂരെ ഇനിയും പോകാനുണ്ട്. അല്ല ചോദിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കുവോ? നീ എന്ത് പറഞ്ഞാലും കേൾക്കും. അല്ല പറഞ്ഞു എന്നാ പിടിയങ്ങ് വിട്, ഞാൻ രക്ഷപ്പെടുത്താതെ. നീ ആ പിടിയങ്ങ് വിട്. അപ്പോ താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞു അത് മാത്രം പറയരുത്, അത് മാത്രം നീ പറയരുത്. കാരണം എന്താണ്? അവന് വിശ്വാസമുണ്ട്, പക്ഷെ ദൃഢതയില്ല, യഖീനില്ല. അല്ലെങ്കിൽ ആയിക്കോട്ടെ നീയല്ലേ പറഞ്ഞത്, ആ വിട്ടിരിക്കുന്നു. അള്ളാഹുവിന് വലിയ കാര്യമാണോ അതൊക്കെ? ആകാശത്തിൽ നിന്ന് നൂലിൽ കെട്ടി അള്ളാഹു മഞ്ഞും സെൽവ ഇറക്കി കൊടുത്തു, കാടപ്പക്ഷിയുടെ ഇറച്ചിയും ഹൽവയും, അല്ലേ? എന്തെല്ലാം അത്ഭുതങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു. യാതൊരു നിലയിലും അള്ളാഹുവിന് ഇതൊരു ഭാരമല്ല. പക്ഷെ അത്രയും യഖീൻ നമുക്ക് ഉണ്ടാകണം. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം തന്നെ നമുക്കുണ്ടാകണം. അത് മുൻഗാമികളായ സഹാബത്തിനുണ്ടായിരുന്ന സ്വഭാവ വൈശിഷ്ട്യമാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ സമുദായത്തിന്റെ മുൻഗാമികളുടെ സലാഹിയത്ത്, അവരുടെ മേന്മ, അവരുടെ മഹത്വം എന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്ന യഖീനാണ്, ദൃഢതയാണ്. ഇനി രണ്ടാമത്തേതെന്നറിയോ? വസ്സുഹുദി. അവർക്ക് പരലോകത്തിലേക്കുള്ള പ്രാമുഖ്യമായിരുന്നു. രണ്ടാമത്തേത് യഖീനെ പറ്റി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. സുഹദി, പരിത്യാഗം. ദുനിയാവ് വേണം, പക്ഷെ അവർക്ക് ആഖിറത്തിനാണ് അവർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നത്. എല്ലാത്തിനും ആഖിറമാണ് പ്രാധാന്യം അവർക്ക്. സുഹദ് എന്ന് പറഞ്ഞാൽ എന്തോ വന്നോട്ടെ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, ആയിക്കോട്ടെ, എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? അള്ളാന്റെ ഭൂമി, അള്ളാന്റെ ശരീരം, അള്ളാഹു തന്ന റൂഹ്, അവൻ തന്ന ഭക്ഷണം, അവൻ തന്ന വെള്ളം, അവന്റെ വസ്ത്രം, എല്ലാം അവൻ്റെത്. ഇനി എന്ത് പറ്റിയാൽ എനിക്കിപ്പോ എന്താ? ആ ഒരു അവസ്ഥയ്ക്കാണ് സുഹദ്. എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വേറൊന്നും വേണ്ട. ആ ഒരു ചിന്തയിൽ എത്തപ്പെട്ടവരാണ് ഗൗസുൽ ആലമിനെ പോലുള്ളവർ. പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ചരിത്രമാണല്ലോ. ഭീമാകാരമായ കപ്പൽ, കോടിക്കണക്കിന് രൂപ വില വരുന്ന സാമഗ്രികളുമാകട്ടെ ചരക്കുകളുമാകട്ടെ നടുകടലിൽ വന്ന് മുങ്ങിപ്പോയിരിക്കുന്നു. അത് അങ്ങയുടെ കപ്പലാണ് എന്ന് ശിഷ്യന്മാരുടെ ഇടയിൽ വെച്ച് വേറൊരു ശിഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു 10 സെക്കൻഡ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കണ്ണടച്ചു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഉടനെ മറ്റൊരാളെന്നിട്ട് പറഞ്ഞു വിഷമിക്കാനൊന്നുമില്ല, നമ്മുടെ കപ്പലല്ല. അപ്പോഴും 10 സെക്കൻഡ് കണ്ണടച്ചിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. ശിഷ്യന്മാരെ ചോദിച്ചു അതെന്താ 2 സമയത്തും അൽഹംദുലില്ലാഹ് പറഞ്ഞത്? പറഞ്ഞു എന്റെ കപ്പൽ മുങ്ങി എന്ന് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് നോക്കി, എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ, വിഷമോ പ്രയാസമോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഞാൻ അൽഹംദുലില്ലാഹ്. രണ്ടാമത് എന്റേതല്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ 10 സെക്കൻഡ് മൗനം വീക്ഷിച്ചിട്ട് ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു. എന്തിനാണ്? എന്റെ അല്ലല്ലോ, അൽഹംദുലില്ലാഹ്. അതല്ല. ഞാൻ അപ്പോഴും എന്റെ മനസ്സിലേക്ക് നോക്കി, എന്തെങ്കിലും സന്തോഷം വന്നിട്ടുണ്ടോ കൽബില്? ഇല്ല. വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്. ഇതാണ് സുഹദ്. ഇതാണ് സുഹദ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സാഹിദീങ്ങളായിരുന്നു സഹാബി വര്യന്മാർ. ഈ സമുദായത്തിന്റെ നേതാക്കന്മാർ. അവര് കഷ്ടപ്പെട്ടതാണ് പരിശുദ്ധമായ ദീന്, അവര് നേടിത്തന്നതാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ടാണ് പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ പച്ച പതാകയെത്തിയിട്ട് നമ്മൾ പറയുന്നത് എന്താ? തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനിന്റെ പതാകയുണ്ടല്ലോ, ആ പതാക ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ പതാക നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോ മുൻഗാമികളായ ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു? അവർക്ക് ദുനിയാവിനേക്കാൾ പ്രാധാന്യം പരലോകമായിരുന്നു. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങള്, സഹാബത്ത് നമസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ പ്രവാചകന് പെട്ടെന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്തിലേക്ക് തിരിയുകയാ. അവര് നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുന്നവരല്ല. എന്റെ റസൂലിന് എന്തെങ്കിലും പറയാനുണ്ടോ?
തലേ ദിവസത്തെ രാത്രിയിൽ എന്തെങ്കിലും വഹിയിന്റെ സന്ദേശം വന്നിട്ട് ഞങ്ങളെ ബോധവാന്മാരാക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് പ്രവാചകന്റെ വാക്ക് കേട്ടുകൊണ്ട് നക്ഷത്രതുല്യരായ സഹാബത്ത് തലയിലൊരു മാടപ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ തലയനക്കാതെ ജാഗ്രതയോടെ സാഗൂഢ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നവരെ പോലെ സഹാബത്തിരിക്കുമ്പോ അവരോട് ചോദിക്കുകയാണ്, കൈഫ അസ്ബഹത്തും, നിങ്ങൾ എങ്ങനെയാ ഇന്ന് നേരം വെളുപ്പിച്ചത്? ആ സമയത്ത് സഹാബാക്കള് പറയുന്നു, അസ്ബഹനാ മുഅ്മിനീന യാ റസൂലല്ലാഹ്, ഞങ്ങൾ വിശ്വാസികളായി തന്നെയാണ് നബിയെ നേരം വെളുപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു ചോദിക്കുന്നു, വമാ അലാമത്തു ഈമാനിക്കും, എന്നാ നിങ്ങളുടെ ഈമാന്റെ അടയാളം പറ. പ്രഭാതം പൊട്ടിവിടർന്ന പോലെ കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമായപ്പോൾ സുപ്രഭാതത്തിൽ നിങ്ങൾ ഓരോരുത്തരും മുഅ്മിനീങ്ങളായിട്ട് എഴുന്നേറ്റു എന്ന് പറഞ്ഞല്ലോ, എന്നാ നിങ്ങളുടെ ഈമാനിന്റെ അടയാളം എന്താണെന്നൊന്ന് വിശദീകരിക്കുമോ? ആ സമയത്ത് സഹാബാക്കൾ പറഞ്ഞതെന്നറിയോ? നസ്ബിറു അലൽ ബലാ വനശ്കുറു അലർ റഖാ വനർലാ ബിൽ ഖലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ നസ്ബിറു അലൽ ബലാ, എന്ത് പരീക്ഷണങ്ങൾ വന്നാലും ഞങ്ങൾ നേരിടും നബിയേ. ഞങ്ങൾ പരീക്ഷണങ്ങൾ വന്നാ സഹിക്കും നബിയേ. പരീക്ഷണങ്ങൾ വരുമ്പോ ഞങ്ങൾ അതിൽ പിടിച്ചു നിൽക്കും റസൂലേ. ഒരു പരാതിയും പരിഭവവും ഞങ്ങൾക്കില്ല, ഒരു സങ്കടവും വിഷാദവും ഞങ്ങൾക്കില്ല, മനസ്സിനകത്ത് കോളിളക്കം സൃഷ്ടിക്കപ്പെടൂല. എന്ത് പരീക്ഷണം വന്നാലും പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് നബിയേ. വനശ്കുറു അലർ റഖാ, എന്തെങ്കിലും നിഅമത്ത് നീ തന്നാ അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹു എന്തെങ്കിലും ഒരു നിഅമത്ത് ഞങ്ങൾക്ക് തന്നാ അതിൽ ഞങ്ങൾ ശാകിരീങ്ങളാകും, ഞങ്ങൾ നന്ദിയുള്ളവരാകും. അൽഹംദുലില്ലാഹ് എന്ന് ഞങ്ങൾ പറയൂ, ഞങ്ങളതിൽ കൃതാർത്ഥരാകും, ഞങ്ങളതിൽ നന്ദിയുള്ളവരാകും. വനർലാ ബിൽ ഖലാ, അല്ലാഹുവിന്റെ വിധി ഏത് തന്നെയായാലും ഞങ്ങളതിൽ സംതൃപ്തരാ, ഞങ്ങളതിൽ പൊരുത്തപ്പെടുന്നവരാ. എന്ത് വിധി അല്ലാഹു വിധിച്ചാലും ഞങ്ങളതിൽ പരിപൂർണ തൃപ്തരാണ്. അല്ലാഹുവിന്റെ വിധിയെ ഞങ്ങൾ ചോദ്യം ചെയ്യൂല, പടച്ചവന്റെ വിധിയിൽ ഞങ്ങൾ അപ്പീല് പോകൂല. കാരണം അല്ലാഹുവിനെ കൊണ്ട് ഞങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാ. ഇത് പറഞ്ഞപ്പോൾ സഹാബത്തിനോട് റസൂലുള്ളാഹി പറയുന്നു, അന്തും മുഅ്മിനൂന ഹഖാ, നിങ്ങളാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ, നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ ഈമാനുള്ളവര്. ഇത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബത്തിനോട് 1400 വർഷങ്ങൾക്ക് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതെങ്കിൽ എന്റെ പല്ലനയിലെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദുനിയാവിനേക്കാൾ അവന്റെ ആഖിറത്തിന് പ്രാധാന്യം കൊടുത്താൽ നാളെ ജുമഅക്ക് ഇമാമിന്റെ ഖതീബിന്റെ നമസ്കാരത്തിന്റെ ഉറച്ചുള്ള ഓതലിൽ അവസാനത്തെ റക്അത്തിൽ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ കേൾക്കുമല്ലോ, വലൽ ആഖിറത്തു ഖൈറു വൽ ആഖിറത്തു ഖൈറു അബ്ഖാ. നമ്മൾ കേൾക്കുന്നതാ വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ആഖിറമാണ് ഏറ്റവും കരണീയമായതും ഏറ്റവും ശേഷിപ്പുള്ളതുമെന്ന് സഹോദരങ്ങളെ സൂറത്തുൽ ളുഹായിൽ അല്ലാഹു പറഞ്ഞത്, വൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ആഖിറമാണ് ദുനിയാവിനേക്കാൾ എന്നും കേമമായത്. സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബത്തിന് ഈ പരലോക ജീവിതമാണ് ഇഹലോക ജീവിതത്തിനേക്കാൾ പ്രാധാന്യമുള്ളത്. അവര് സാഹിര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ അവർ പറഞ്ഞത്, ഏത് പ്രതിസന്ധി വന്നാലും ഞങ്ങൾ നസ്ബിറു അലൽ ബലാ നശ്കുറു അലർ റഖാ നർലാ ബിൽ ഖലാ, എന്ത് സഹായം വന്നാലും എന്ത് അനുഗ്രഹം വന്നാലും ഞങ്ങൾ അതിൽ ശുക്റുള്ളവരാ. എന്തൊക്കെ അല്ലാഹു തആല വിധിച്ചാലും ഞങ്ങൾ അതിൽ പരിപൂർണ്ണ തൃപ്തരാണ്. കഴിയണം. നസ്ബിറു അലൽ ബലാ. സബ്ർ, സബ്ർ എന്ന് പറഞ്ഞാൽ ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരെങ്കിലും കാലി ചവിട്ടിയിട്ട് സോറി ക്ഷമിക്കണം, പോട്ടെ പോട്ടെ, അതല്ല സബ്ർ. അതല്ല സബ്ർ, അത് വിട്ടുവീഴ്ച. സബ്ർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പിടിച്ചു നിൽക്കുക. വിഷമങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും വരുമ്പോ പിടിച്ചു നിൽക്കണം, അതിനാണ് സബ്ർ എന്ന് പറയുന്നത്. പിടിച്ചു നിൽക്കാൻ കഴിയണം. അത് സഹാബത്തിനുണ്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ അവർക്ക് വന്നു, പിടിച്ചു നിന്നില്ലേ?
നന്ദിയുള്ളവരായിരുന്നു. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ. നമ്മളാണെങ്കിലോ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ശുക്ർ, നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുക. നമ്മൾ കരുതി നമ്മൾ കഴിച്ചതിനായി. എന്താ ഈ വെയിറ്റർക്ക് 10 രൂപ ടിപ്പ് കൊടുക്കുന്നത് പോലെ, വെയിറ്റർക്ക് 10 രൂപ ടിപ്പ് കൊടുക്കുന്നത് പോലെയാണോ കഴിച്ചിട്ട് അൽഹംദുലില്ലാ അള്ളാഹ്ക്കൊരു ടിപ്പ് കൊടുത്തു? അതാണോ? നമ്മളെ ശുക്ർ എങ്ങനെയാണ്? സഹാബത്തിന്റെ ശുക്ർ എങ്ങനെയാണെന്നറിയോ? മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ കയ്യിലെടുക്കാൻ, ഒറ്റ ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചു. നമ്മൾ എന്താ പറയുന്നത്? അൽഹംദുലില്ലാ. എന്തുകൊണ്ട് പറയണം? 3 കാരണം. ഒന്ന്, അല്ലാഹുവേ, വെള്ളമില്ലാത്ത എത്രയോ ആളുകൾ. ഫലസ്തീനിലെ മക്കൾ, നമ്മുടെ കൗമിന്റെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? ഒരിളക്കങ്ങോട്ട് ഇളവും, പെട്ടെന്ന് അങ്ങ് ശമിക്കും. അതാ നമ്മുടെ സ്വഭാവം. വെടിയങ്ങോട്ട് നിർത്തി നമ്മുടെ എല്ലാ ശഹബത്തും അങ്ങ് കെട്ടടങ്ങി. അതിനുശേഷം വീണ്ടും തുടങ്ങിയ അടി. എത്രയോ പേര് ദിവസം മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ഫലസ്തീനും ഇല്ല, പ്ലക്കാർഡും ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. തീർന്നു, നമ്മുടെ ശഹബത്ത് തീർന്നു. സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടാത്ത ആയിരക്കണക്കിന് ആളുകൾ. അല്ലാഹുവേ, നീ എന്നെ അങ്ങനെ ആക്കിയില്ലല്ലോ, എനിക്ക് യഥേഷ്ടം വെള്ളം കിട്ടിയില്ലേ. ഇനി വെള്ളം കിട്ടിയ ആളുകൾ തന്നെ നിങ്ങൾ നോക്ക്. വെള്ളത്തിന് കനം കൂടിയിട്ട്, കട്ടി കൂടിയിട്ട് കുടിക്കാൻ പറ്റാത്ത വെള്ളമുണ്ട് അല്ലെ പ്രസിഡന്റ്? ചില സ്ഥലങ്ങളിൽ, നമ്മുടെ ആ പുറക്കാട് ഭാഗം ഉണ്ടല്ലോ, നമ്മളെ ആലപ്പുഴ പുറക്കാട്, ഞാൻ സ്ഥിരമായി വരുന്നൊരു സ്ഥലമായിരുന്നു. കഴിഞ്ഞ വർഷം വന്ന്, ഇടയ്ക്കൊരു 3 വർഷം വന്നില്ല. അതിനടുത്തൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയി ദ്വാരക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഇവിടുത്തെ വെള്ളം കുളിക്കാനും കഴുകാനും ഒക്കെ പറ്റുള്ളൂ, കുടിക്കാൻ പറ്റൂല. കുടിച്ച ദാഹം തീരില്ല. ഒരു തരം കട്ടിയാണ്, എന്തോ ഒരു വലിയ സാധനം വിഴുങ്ങുന്നത് പോലെയാണ് ആ വെള്ളം. അങ്ങനത്തെ വെള്ളമുണ്ട്. അല്ലാഹു അങ്ങനെ ആക്കിയില്ലല്ലോ ഞങ്ങളുടെ കുടിവെള്ളത്തെ. ഇനി അല്ല, ശുദ്ധമായ വെള്ളമാണെങ്കിൽ തന്നെ വെള്ളം താഴോട്ടിറങ്ങാത്ത ആയിരക്കണക്കിന് ആളുകൾ ട്യൂബിട്ട് കിടക്കുന്നില്ലേ ആശുപത്രികളിൽ? അതുപോലെ നീ ആക്കിയില്ലല്ലോ. അൽഹംദുലില്ലാ. അതാണ് അൽഹംദുലില്ലാ അർത്ഥം. നമ്മുടെ കാര്യം തീർന്നു. എന്നാ സാഹിദീങ്ങൾ, സൂഫിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുൻഗാമികൾ, ധീര്യകേസരികൾ, പൂർവസൂരികൾ, ഈ ഉമ്മത്തിന്റെ ആദ്യകാലത്തുള്ള ആളുകൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ അൽഹംദുലില്ലാ പറഞ്ഞിട്ട് ഒരു അൽഹംദുലില്ലാ പറയും. അതെന്തിനാന്നറിയോ? പടച്ചവനെ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടി, കുടിച്ചിട്ട് നിന്നെ മറക്കാതെ അൽഹംദുലില്ലാ പറയാൻ നീ എനിക്ക് തൗഫീക്ക് തന്നല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാ. ഈ രണ്ടാമത് പറഞ്ഞ അൽഹംദുലില്ലയ്ക്ക് മൂന്നാമത് പറയും. അതെങ്ങനെ? പടച്ചവനെ, നീ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നു, എന്നിട്ട് ഞാൻ കാളകളെ പോലെ കുടിച്ചു പോകാതെ നിനക്ക് അൽഹംദുലില്ലാ പറയാൻ നീ തൗഫീക്ക് തന്നതിന്റെ പേരിൽ നിനക്കൊരു അൽഹംദുലില്ലാ പറയാനുള്ള തൗഫീക്ക് നീ എനിക്ക് തന്നില്ലേ, അതുകൊണ്ട് മൂന്നാമത്തെ അൽഹംദുലില്ലാ. 3-ന് 4, 4-ന് 5 എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടിയാൽ 1 കോടി അൽഹംദുലില്ലാ പറഞ്ഞാലും കടം ബാക്കി 1 കിടക്കും, എന്നാലും 1 ബാക്കി കിടക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ശാകിരീങ്ങളാണ്? കടം വീണ്ടും കിടക്കും. അതുകൊണ്ടാണ് ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം പറയുന്നത്. എങ്ങനെയും ഒന്ന് ഒപ്പിച്ചു വെക്കുക നമ്മുടെ ശുക്രിനെ. അവരങ്ങനെയായിരുന്നു, ശാകിരീങ്ങളായിരുന്നു, നന്ദിയുള്ളവരായിരുന്നു സഹോദരങ്ങളെ. അതുപോലെ പടച്ചവന്റെ വിധിയിൽ പൊരുത്തപ്പെടുന്നവരായിരുന്നു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ സഹാബത്തിനോട് പറയുന്നു, സഹാബാ അന്തും മുഅ്മിനൂന ഹഖാ, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികൾ തന്നെയാണ് സഹാബാ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സുഹുദ് നേടിയ ഒരാളിനെ പരിചയപ്പെടുത്തുകയാ. മുൻഗാമികളായ മഹത്തുക്കളായ ആളുകളുടെ മേന്മയാകുന്ന സ്വഭാവ വൈശിഷ്ട്യത്തിലെ രണ്ടാമത്തേതാണ് സുഹുദ്, പരിത്യാഗം, പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുക. അതിന്റെ ഏറ്റവും വലിയ ഒരു വ്യക്തിയെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, റബ്ബ അശ്അസ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറ.
തിരുനബി പറയുകയാണ്, എത്രയോ മുടി ജട പിടിച്ച ആളുകൾ, എത്രയോ മുടി ജട പിടിച്ച ആളുകൾ, അഖ്ബറ ശരീരമാസകല പൊടിപടലങ്ങൾ പിടിച്ച ആളുകൾ, മദ്ഫൂഇൻ ബിൽ അബ്വാബ്, വാതിലുകളിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. ഏത് വാതിലുകൾ ചെന്ന് മുട്ടിയാലും അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കൂല. കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ ഒരു വീട്ടിൽ ചെന്നാൽ അവന്റെ മുടിജട പിടിച്ചതാണ്, പൊടിപടലങ്ങൾ പാറിപ്പറന്ന് നടക്കുന്നതാണ് ശരീരമുള്ളത്. അവന് പാവപ്പെട്ടവനാണ്, അവന് പരിത്യാഗിയാണ്. ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളെക്കാൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുത്തവനായതുകൊണ്ട് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കൂല. ഒരു കമ്മറ്റിയിൽ അവന് എഴുന്നേറ്റ് നിന്നാൽ കമ്മറ്റിയിൽ അവനെ എടുക്കൂല. കാരണം അവന് പളപളപ്പ് പോരാ. അതുപോലെ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു നിലയിൽ ഒരു സാക്ഷിയായി എഴുന്നേറ്റ് നിന്നാൽ അവന്റെ സാക്ഷി ആരും സ്വീകരിക്കുകയില്ല. അതാണ് റസൂലുള്ളാഹി പറയുന്നത്, മദ്ഫൂഇൻ ബിൽ അബ്വാബ്, ഒരു കൊട്ടാരത്തിന്റെ വാതിലുകളും അവർക്ക് നേരെ തുറക്കപ്പെടുകയില്ല. ലൗ അഖ്സമ അലല്ലാഹി ലബറ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലൗ അഖ്സമ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ സത്യം ചെയ്തവര് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ലബറഹു, അല്ലാഹു അത് നിറവേറ്റി കൊടുക്കുന്നതാ. അല്ലാഹു അത് നിറവേറ്റി കൊടുക്കുന്നതാ. ഇതിന് രണ്ടർത്ഥം മുഹദ്ദിസീങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊരർത്ഥം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയാൽ ആ നിമിഷം അല്ലാഹു ഉത്തരം കൊടുക്കുന്നതാ. അല്ലാഹ് അവരെ വേണം, ആളുകൾക്ക് വേണ്ട. ആളുകൾക്ക് വേണ്ട, പക്ഷെ അല്ലാഹ് അവരെ വേണം. കാരണം എന്തെന്നറിയോ? എത്രയോ ജട പിടിച്ച മുടികളുള്ള പടിപടലങ്ങൾ പാറി കിടക്കുന്ന, അതുപോലെ മദ്ഫൂഇൻ ബിൽ അബ്വാബ്, കൊട്ടാരങ്ങളുടെ മുമ്പിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുന്ന, പണക്കാരുടെ വീട്ടുമുറ്റത്തുനിന്ന് ആട്ടിയകറ്റപ്പെടുന്ന, പല പള്ളി കമ്മിറ്റിയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്ന, വിവാഹ സൽക്കാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് ലൗ അഖ്സമ അലല്ലാഹി ലബറ, പടച്ചവനോട് ദുആ ചെയ്താൽ ആ സമയം അല്ലാഹു അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സഅദ് ബിൻ സഹൽ ബിൻ സഈദ് സാഇദി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാ. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ തന്റെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. സഹൽ ബിൻ സഈദ് സാഇദി റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഒരു നിമിഷം സഹാബത്തിന്റെ ഇടയിലൂടെ, പ്രവാചകന്റെ ഇടയിലൂടെ ഒരാളിങ്ങനെ നടന്നു പോവുകയാ. ആ സമയത്ത് നബി തങ്ങൾ അയാളെ പറ്റി ചോദിച്ചു സഹാബത്തിനോട്, സഹാബാ അയാൾ ആരാണ്? ആ സമയത്ത് സഹാബാക്കള് വാചാലരായി. അവര് പറഞ്ഞു, മിൻ അഷ്റാഫിൽ ഖൗമി നബിയെ, ആ പോകുന്നത് ഈ നാട്ടിലെ പ്രവാണിയാ, ഈ നാട്ടിലെ സമ്പന്നനാ, ഈ നാട്ടിലെ പ്രഭുവാ. ഇൻ ഖതബ അയ്യുൻഗഹ വഇൻ ശഫഅ യുശഫഅ, ഇയാൾ എന്തെങ്കിലും എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ അത് അകൃത്യമായ ആളുകൾ അംഗീകരിക്കും. ഇയാളൊരു വിവാഹാലോചന നടത്തിയാൽ പെട്ടെന്ന് തന്നെ അത് സ്വീകരിക്കപ്പെടും, ആ പ്രപ്പോസൽ ഉറപ്പിക്കപ്പെടുന്നു. ആ നിലയിലെ നാട്ടിൽ അറിയപ്പെട്ട പ്രമാണിയാണ്. അതിനുശേഷം റസൂലുള്ളാഹി മിണ്ടാതിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ ഒരു പാവപ്പെട്ടവൻ പോയി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് ആരാണ്? ആ സമയത്ത് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അനുചരന്മാര് ഞങ്ങളോട് പറയുന്നു, നബിയേ, മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ഫഖീറാണ്, ദരിദ്രനാണ്. ഇൻ ഖതബ അല്ലാ യുസവ്വജ വഇൻ ശഫഅ അല്ലാ യുശഫഅ, ഇയാൾ കല്യാണം കഴിക്കണമെന്ന് ചിന്തിച്ചാൽ ആരും പെണ്ണു കൊടുക്കൂല. ഇയാൾ എന്തെങ്കിലും സാക്ഷി പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കൂല. ഇയാളെ ആർക്കും വേണ്ട, എടുക്കാൻ നാണയമാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. മൂക്ക് പോട്ടുള്ള എല്ലാ മുസ്ലിം സംഘടനകളും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ കലാം ഖുർആൻ കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ബുഖാരി. മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയ ഹദീസിന്റെ സമാഹാരമാണ് ബുഖാരി. ആ ബുഖാരിയിൽ കാണാൻ കഴിയുന്ന റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് എന്തെന്നറിയോ? വല്ലാഹി, പടച്ചവനെ തന്നെയാണ് സത്യം. ഹാദാ ഖൈറു
ഖൈറും മിൻ മിൽഇൽ അർളി മിൻ മിസ്ലി ഹാദാ. നേരത്തെ പോയ പ്രമാണിമാര്, ആ പ്രമാണിമാര് ഈ ലോകം നിറച്ചുണ്ടായാൽ പോലും, ഈ പ്രമാണിമാര് ഈ ലോകം നിറച്ചുണ്ടായാൽ പോലും ഈ നാട്ടിലും മുഴുവനും ആ പോയ പ്രമാണിമാരെ പോലെയാണ്. എന്നാ പോലും അതിനേക്കാൾ ഖൈർ ഈ പോയ ഒരു ഫക്കീറാണ് സഹാബാ. നാട്ടിലെ മുഴുവൻ പ്രമാണിമാരെക്കാൾ ഏറ്റവും സ്വീകാര്യനായത്, ഏറ്റവും ഖൈറായ മനുഷ്യനാരെന്നറിയോ? ഈ പോയ സാധുവായ ഫക്കീറായ മനുഷ്യനാണ് എന്ന് കാരുണ്യത്തിന്റെ പ്രതീകം, ലോകത്തിന്റെ നേതാവ് മരിക്കുന്ന സമയം പോൽ എന്നെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിച്ച് നാളെ മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്ത ലോകത്തിന്റെ നേതാവ്, സമ്പന്നന്റെയും പാവപ്പെട്ടവന്റെയും നേതാവ്, ഉടമയുടെയും അടിമയുടെയും തൊഴിലാളിയുടെയും മുതലാളിയുടെയും നേതാവ്, അചേതന സചേതന വസ്തുക്കളുടെ സൃഷ്ടിപ്പിന് കാരണഭൂതരായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഭൂമി നിറച്ച് എഴുന്നേറ്റ് നിന്ന പിന്നെ ജനങ്ങൾ പഞ്ചപുച്ഛമുടക്കി നിൽക്കും. അങ്ങനത്തെ ആളുകൾ ഭൂമി നിറച്ചുണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒരാളും അംഗീകരിക്കാത്ത ചില പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, ഫക്കീറുമാർ. അവർക്ക് ആരോടും ഒരു വൈരാഗ്യമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ നാട്ടിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. ആരോടും പ്രത്യേകമായി ഒരു സിമ്പതിയോ അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രത്യേകമായി വൈരാഗ്യമോ ഒന്നുമില്ല. അവർ എല്ലാ കടമകളും പറ്റുന്ന രീതിയിൽ കുറെ സേവനങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെയുള്ള ചില ആളുകൾ. പക്ഷെ അവർ എഴുന്നേറ്റ് നിന്നൊരു കാര്യം പറഞ്ഞാൽ നീ എവിടെയാ എന്ന് പറയുന്ന ഒരു സമൂഹം, നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്നൊരവസ്ഥ. അവർക്ക് പളവളപ്പ് പോരാ. നമ്മുടെയൊക്കെ നാടുകളിലെ കല്യാണങ്ങൾ അങ്ങനെയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പണക്കാരന്മാർ മാത്രം. കാസർഗോഡ് ജില്ലയിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു MLA ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം സാധാരണ രാഷ്ട്രീയക്കാരുടെ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധേയമായി. അദ്ദേഹം പറഞ്ഞത് കാസർഗോഡ് ജില്ലയിൽ തന്നെ പെട്ട ഒരാൾ കല്യാണം വിളിച്ചു പറ്റേ. ഇത് ഞാൻ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പ്രസംഗിക്കുമ്പോൾ ഈ കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കാസർഗോഡ് തന്നെയാണ്. കാസർഗോഡ് ജില്ലയിലൊരു വലിയ മുതലാളി പറഞ്ഞു അത്രേ, കല്യാണത്തിന് വരണം. അദ്ദേഹം പറഞ്ഞു വരാൻ പറ്റില്ല, സഭ ഉള്ളതാണ്. നിയമസഭയിൽ ചില പരിപാടികളുണ്ടോണ്ട് വരാൻ പറ്റൂല. അപ്പൊ അദ്ദേഹത്തിന് ആകെ സങ്കടമായി. അദ്ദേഹം പറഞ്ഞു നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലും വിഷമമൊന്നുമില്ല, പക്ഷേ 2 ദിവസം നിങ്ങളുടെ കാറ് എന്റെ പന്തലിന്റെ ഫ്രണ്ടിലുണ്ടായിരിക്കണം. MLA ബോർഡ് വെച്ച കാറ്. ചിലർക്ക് അങ്ങനെ ഒരു സുഖം. അവർ വന്നു, ഇവർ വന്നു, മന്ത്രി വന്നു, MLA വന്നു, MP വന്നു, ആ സ്പീക്കർ വന്നു, പിന്നെ അത് വന്നു, ഇത് വന്നു, സെക്രട്ടറി വന്നു എന്നൊക്കെ പറയാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോഴും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവൻ ആ നാട്ടിൽ വീടുകളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് യാചിച്ചു കൊണ്ട് കിടക്കുന്നുണ്ടാവും. എന്നെ ഇപ്പൊ പ്രസിഡന്റ് കൊണ്ടുപോയി നന്നായിട്ട് സൽക്കരിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ഒരാൾ വീട്ടിലേക്ക് വിളിക്കാൻ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിദ്ദുൻ. ഒരു മുസൽമാനോടുള്ള ബാധ്യത 6 ആണ്. അതിൽ 1 ക്ഷണിച്ചാൽ ഉത്തരം കൊടുക്കുക എന്ന് കരുതിയിട്ട് വന്നേരത്തിനെ പരിശോധിക്കാൻ വേണ്ടി ആരും വിളിച്ചുകളിൽ നാളെ ജുമയാണ് എന്നാ പിന്നെ പരിശോധിച്ചൊക്കെ പുസ്തകം ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോയി. സമയമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലേ ഇപ്പോൾ പ്രസംഗിച്ചത്. ആദ്യം മുൻകൂർ ജാമ്യം എടുക്കാൻ ആരും വിളിച്ചുകളല്ലേ, പരിശോധനയൊന്നും വേണ്ട. ഒരാൾ വിളിക്കാൻ വരണം, പോകണം. എത്രത്തോളം ഇന്ന് വ്യാഴാഴ്ചയായിരുന്നു. എന്നെ വിളിച്ചത് ഉച്ചക്കലത്തെ അല്ലെങ്കിൽ അസറിനൊരു ഫംഗ്ഷനാണ്. ഞാന് നോമ്പാണ്, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പാണല്ലോ. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹത്തിന് വലിയ വിഷമമായി. ഞാൻ നോമ്പായതുകൊണ്ട് ഒന്നും തരാൻ പറ്റുന്നില്ല. ഇസ്ലാമിന്റെ നിയമം ഞാൻ നോമ്പ് മുറിക്കണം. സുന്നത്ത് നോമ്പാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കണം. 2 കൂലി, നോമ്പിന്റെ കൂലിയും വിശ്വാസിയുടെ ബാധ്യത നിറവേറ്റിയ കൂലി. നോമ്പ് പിടിച്ചോണ്ടിരുന്നാൽ ഒരൊറ്റ കൂലിയേ ഉള്ളൂ. ഏതാ? നോമ്പ് പിടിച്ച കൂലി. അപ്പോഴും ഒരു ചെറിയ കറ നമ്മുടെ കൽബിൽ വീഴുന്നു. അവന് വിഷമമുണ്ടായി. ഒരു സത്യവിശ്വാസിക്ക് ഹൃദയത്തിൽ വേദന ഉണ്ടാക്കി. ഇത്രത്തോളം ഇസ്ലാം വലിയ വലിയ ഒരു പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ ഒരു ബഹുസ്വരം അല്ലെങ്കിൽ അതിന്റെ ഒരു വിശാലത, വ്യാപ്തി ഇത്രയും വിശാലമാണ്. നിങ്ങൾ നോക്ക്. അപ്പോഴും ഫുഖഹാക്കൾ പറഞ്ഞത്
തല നോക്കി വിളിക്കുന്ന കല്യാണങ്ങൾ, ഫംഗ്ഷനുകൾ നിങ്ങൾ പോണ്ട. വിശക്കുന്നവനെ ഒഴിവാക്കിയിട്ട് വയറ് നിറഞ്ഞവനെ മാത്രം വിളിക്കുന്ന കല്യാണങ്ങൾ, പാവപ്പെട്ടവരെ ഒഴിവാക്കി വീട് നോക്കി വിളിക്കാൻ. അവനെ വിളിച്ചിട്ട് എന്ത് ഗുണം? 100 രൂപ കൊണ്ടുവരും, വേണ്ട. അപ്പുറത്തുള്ളവന്റെ വീട്ടിൽ കയറി വിളിച്ചിട്ട് പോകും. നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കണ്ട എന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കാൻ. ചെണ്ടമേളം പോലുള്ള തോന്നിയാസങ്ങളുള്ള ഫംഗ്ഷനുകളിൽ പോകണ്ട. ഉറൂസിന് മാത്രമല്ല വീടുകളിൽ ആർഭാട കല്യാണങ്ങൾ നടത്തുമ്പോൾ മഞ്ഞ കല്യാണം എന്ന തലയ്ക്ക് സുഖമില്ലാത്ത ആളുകളുടെ കല്യാണം കാണുമ്പോ ആ കല്യാണങ്ങൾക്ക് പോകേണ്ടതില്ല. ഫുഖഹാക്കൾ പഠിപ്പിച്ചതാണ് ഇമാമുന ശാഫി തങ്ങളെ പോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പാവപ്പെട്ടവനെ ഒഴിവാക്കി നിർത്തുന്ന, അരികുവൽക്കരിക്കുന്ന, പിന്നാമ്പുറത്ത് നിർത്തുന്ന, ശണ്ഡീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെട്ടിരിക്കുകയാണ്. ചിന്തകന്മാരൊക്കെ പാവപ്പെട്ടവരെയും പണക്കാരന്മാരെയും പരിചയപ്പെടുത്തുന്നത് പൊരിച്ച പപ്പടത്തോടും പൊരിക്കാത്ത പപ്പടത്തോടുമാണ്. പൊരിച്ച പപ്പടം നിങ്ങൾ നോക്ക്, എന്ത് രസമാണ്, ഗോൾഡൻ കളർ, തൊട്ടാൽ ശബ്ദം അല്ലേ, എന്ത് മൊഞ്ചാതിനെ കാണാൻ. പൊരിക്കാത്ത പപ്പടം നോക്ക്, പൊടിയും പിടിച്ച് എടുത്തിട്ട് അവിടെ കിടക്കും, അവിടെ നിർത്തിട്ട് അപ്പുറത്ത് കിടക്കും. പൊടിയും പിടിച്ച് അവിടെ കിടക്കും. പൊരിക്കാത്ത പപ്പടം അങ്ങനെയാ. അതാണ് സാധുക്കള്, പാവങ്ങള്. പൊരിച്ച പപ്പടം നല്ല ഗോൾഡൻ കളർ, തൊട്ടാൽ പളപ്പള ശബ്ദം. പക്ഷെ നിങ്ങളൊന്നറിയണം, പൊരിക്കാത്ത പപ്പടം 2 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നെടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞാലും ഒന്നും സംഭവിക്കാനില്ല. അതങ്ങനെ ഒരു കീറൽ പോലും വരൂല, താഴെ കിടക്കും. പൊരിച്ച പപ്പടം താഴേക്കെറിയണ്ട, പ്ലേറ്റിൽ നിന്നും മേശപ്പുറത്ത് വീണാൽ മതി, പൊട്ടി 3 പോകും. തകർച്ച പണക്കാർക്കായപ്പോഴും. സമ്പന്നനാണ് തകർച്ചയുള്ളത്. കോവിഡ് നമുക്ക് ഈ പണക്കാരന്മാരെ ചീത്ത പറയുന്നതല്ല, അവരുടെ സമ്പത്തും ഉലമാക്കളുടെ ഇൽമും അഗ്നിയാക്കളുടെ സമ്പത്തും സമ്പന്നന്മാരുടെ സമ്പത്തും പണ്ഡിതന്മാരുടെ ഇൽമും ഫുഖറാക്കളുടെ ദുആയും ഈ നീതിമാന്മാരായ ജഡ്ജിമാരുടെ വിധിയുമാണ് ലോകത്തിന്റെ നിലനിൽപ്പെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുക. ലോകത്തിന്റെ അസ്ഥിവാരം 4 എണ്ണമാണ്. അദ്ലുൽ ഹുകമാ, ഇൽമുൽ ഉലമാ, ഗിനൽ അഗ്നി, സമാഹത്തുൽ അഗ്നിയാ, ദുആഉൽ ഫുഖറാ. ഇത് 4 ഉണ്ടെങ്കിൽ ഒരു നാട് നിലനിൽക്കും. ഈ പല്ലന നിലനിൽക്കണമെങ്കിൽ 4 കാര്യം വേണം. ഇവിടെയുള്ള സമ്പന്നന്മാർ കൈ കഴിഞ്ഞ് സഹായിക്കണം. ഇവിടുത്തെ ആലിമീങ്ങള് ഇൽമു പറഞ്ഞു കൊടുക്കണം. ഇവിടുത്തെ നീതി, ഇവിടുത്തെ കാര്യ തീരുമാനമെടുക്കുന്ന ആളുകൾ നീതിയോട് കൂടിയിട്ട് നിൽക്കണം. പിന്നെയോ ഇവിടുത്തെ ഒന്നുമില്ലാത്ത സാധുക്കൾ നന്നായിട്ട് ദ്വാരക്കണം. അങ്ങനെയാണ് ഈ പല്ലനയുടെ നിലനിൽപ്പ്. ഒരു ലോകത്തിന്റെ നിലനിൽപ്പ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് സമ്പന്നന്മാരെ ആക്ഷേപിക്കുന്നതല്ല. തകർച്ച എപ്പോഴും സമ്പന്നന്മാർക്കാണ്. കോവിഡ് സാക്ഷിയാണ്. ആർക്കായിരുന്നു വിഷമം? കോടീശ്വരന്മാര്, കോടാനകോടി കോടീശ്വരന്മാര് ഒരു ചായക്ക് വേണ്ടി ഓടുക. ATM കാർഡിനകത്ത് കോടിക്കണക്കിന് രൂപ, ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ, ഇഷ്ടം പോലെ ഭൂസ്വത്ത് എല്ലാം ഉണ്ട്, കഴിക്കാനൊന്നുമില്ല. ATM-ൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. എടാ, ATM കൗണ്ടർ വേണ്ട, എല്ലാം വെള്ളത്തിനടിയിലാണ്. പിന്നെ എവിടെ ഇട്ട് കുത്താനാ? അപ്പോഴോ പണക്കാരാകെ സങ്കടപ്പെട്ടു. പാവപ്പെട്ടവനോ അവരെന്ത് പ്രശ്നം? കോവിഡ് വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്, എല്ലാം നമുക്കൊരുപോലെയാ. ഭക്ഷണം ഇല്ല, പട്ടിണിയല്ലേ, ആരെങ്കിലും തരും തിന്നും. അത് തന്നെയായിരുന്നു പാവങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവ് വേണ്ട എന്ന് വെച്ച പൊടിപടലങ്ങളെ പിടിച്ച് മുടിയും ജട പിടിച്ച് പാറിപ്പറന്ന് നടക്കുന്ന ചില ആളുകളുണ്ട്. അവരല്ലാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കൊടുക്കുകയാ. അങ്ങനത്തെ ഒരാളെ കാണിച്ചിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നേരത്തെ പോയ പ്രമാണിയുണ്ടല്ലോ, പ്രഭുവുണ്ടല്ലോ, സമ്പന്നനുണ്ടല്ലോ, ആളുകൾ അവരെ പോലുള്ള ആളുകൾ ഭൂമി ലോകത്ത് നിറയെ ഉള്ളതിനേക്കാൾ ഖൈർ ഈ പോയ ഫഖീറാ. ഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിൻ മിസ്ലി ഹാദാ. ഇദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ നേരത്തെ പോയ ആളുകളെക്കാൾ, ആളുകൾ കൂടുതലുള്ളതിനേക്കാൾ ഖൈറാണ് എന്ന് പഠിപ്പിക്കുമ്പോ സുഹുദിന്റെ മറ്റൊരു ഭാഷ, അല്ലെങ്കിൽ സുഹുദിന്റെ മറ്റൊരു ലോകത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാ. അവർക്ക് പരലോകമായിരുന്നു സഹാബത്തിന് വലുത്. അവർക്ക് ദുനിയാവല്ലായിരുന്നു വലുത്, പരലോകമായിരുന്നു. ഒരു വികലാംഗനായ സഹാബിയുണ്ട്, നിങ്ങൾക്കറിയോ? പേര് അംർ ബിനുൽ ജമൂഹ്.
ജമൂഹ് റളിയല്ലാഹു തആല അൻഹു വികലാംഗന, വൈകല്യം ശരീരത്തിൽ ബാധിച്ചു കാലിൽ വൈകല്യമുള്ള ആ മുടന്തുള്ള സഹാബിയാണ് മഹാനായ അംർ ഇബ്നുൽ ജമൂഹ്. അദ്ദേഹത്തിന് 4 ആൺമക്കളാണ്. 4 പേരും റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സമ്പന്ന സഹചാരികളാ, ധീരയോദ്ധാക്കളാ. അംർ ഇബ്നുൽ ജമൂഹ് ആകട്ടെ കാലിന് വൈകല്യമുള്ളത് കൊണ്ട് പല യുദ്ധങ്ങളിലും പങ്കാളിയായില്ല. അവസാനം ഉഹദ് യുദ്ധം നടക്കുകയാ. ഉഹദ് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് യുദ്ധത്തിന് വരണം, എനിക്ക് കിട്ടാത്തത് എന്റെ മക്കൾക്ക് കിട്ടണ്ട, എനിക്ക് കിട്ടാത്തത് എന്റെ മക്കൾക്ക് മാത്രം കിട്ടണ്ട. അവർക്ക് ഷഹാദത്ത് കിട്ടി അവർ സ്വർഗ്ഗത്തിൽ പോകുമ്പോ ശുഹദാക്കളുടെ വാപ്പ എന്ന പദവിയല്ലേ എനിക്ക് കിട്ടൂ? പോരെ നബിയേ, ഞാൻ ഷഹീദാണ് എന്ന പദവിയാണ് എനിക്ക് വേണ്ടത്. എന്റെ മക്കള് ഷഹീദായ വാപ്പ എന്ന പേരല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഷഹീദ് എന്ന പേര് വേണം. അതുകൊണ്ട് എനിക്ക് അനുവാദമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അംർ ഇബ്നുൽ ജമൂഹേ, വൈകല്യമുള്ളതല്ലേ, നിങ്ങൾക്ക് മാപ്പുള്ളതാ, ഉദറുള്ളതാ? അല്ല റസൂലേ, എനിക്ക് അനുവാദം വേണം. നിർബന്ധത്തിന് വഴങ്ങി റസൂലുള്ള അനുവാദം കൊടുക്കുകയാ. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് മസ്ജിദുൻ നബവിയുടെ ചാരത്തുള്ള തന്റെ വീട്ടിൽ നിന്ന് ദുആ ചെയ്ത് നിസ്കരിച്ചുകൊണ്ട് ഇറങ്ങുകയാ. വൈകല്യമുള്ള കാലും കൊണ്ട് രണാങ്കണത്തിലേക്ക് വന്ന് പൊടിപടലങ്ങൾ പാറുകയാണ്. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാണ്, പരിചകൾ തമ്മിൽ കൂട്ടിമുട്ടുകയാ. അവിടെ മുഴുവനും പൊടിപടലങ്ങളാണ്, കാണുന്നില്ല. എന്താ സംഭവിക്കുന്നതൊന്നും അറിയാൻ പറ്റുന്നില്ല. ധീരന്മാരായ 4 മക്കളും പോരാടുമ്പോ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഉപ്പാദാ ധീരമായി പോരാടുകയാ. ചുവടുവെപ്പി എവിടെയോ പിഴച്ചു. ഒരു ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് ഉഹദിൽ പടഞ്ഞ് അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ വഫാത്താവുകയാ. രക്തസാക്ഷിത്വം വരിക്കുകയാ. കൂടെ ഒരു മകനും രക്തസാക്ഷിയാവുകയാ. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായി. ഉഹദിന്റെ യുദ്ധം അവസാനിക്കുന്നു. എല്ലാ കബന്ധങ്ങളും റസൂലുള്ള നോക്കി വരികയാ. ഓരോരുത്തരുടെയും ജനാസ തിരിച്ചറിഞ്ഞുകൊണ്ട് റസൂലുള്ള വരുമ്പോ അംർ ഇബ്നുൽ ജമൂഹിന്റെ ആ ശരീരം കാണുകയാ. ആ സമയത്ത് വൈകല്യമുള്ള വികലാംഗനായ സഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഇന്നി അറാ ഫിൽ ജന്നതി യംശി സഹിഹാ. അംർ ഇബ്നുൽ ജമൂഹ് സ്വർഗ്ഗത്തിൽ നല്ല കാലോടുകൂടി നടക്കുന്നത് ഞാൻ കാണുന്നു സഹാബ. സ്വർഗ്ഗത്തിൽ ഈ അംർ ഇബ്നുൽ ജമൂഹിന് വൈകല്യമില്ല. ആ സ്വർഗ്ഗത്തിൽ അതാ സുന്ദരമായി ചുവടുവെപ്പോടെ നടക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നുൽ ജമൂഹിനെ തിരിച്ചറിഞ്ഞിട്ട് ഭാര്യയ്ക്ക് വിവരം കൊടുക്കുകയാ. ഭാര്യ ഒട്ടകവുമായിട്ട് വന്നു. ഒട്ടകത്തിന്റെ മുകളിൽ ഒട്ടകക്കട്ടിലാണ്. തന്റെ ഭർത്താവിന്റെ ജനാസ വീട്ടിൽ കൊണ്ടുപോയി പരിചരിക്കാൻ വേണ്ടിയിട്ട് ആ മയ്യത്തെടുത്ത് ഒട്ടകക്കട്ടിലിന്റെ മുകളിലേക്ക് വെക്കുമ്പോ ഒട്ടകം എഴുന്നേക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് നോക്കി നിൽക്കുകയാ, സഹാബത്ത് നോക്കി നിൽക്കുകയാ. അംർ ഇബ്നുൽ ജമൂഹ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നോക്കി നിൽക്കുകയാ. 4 മക്കൾ, ഒരു മോന് ഷഹീദായി. ആ രക്തസാക്ഷിത്വം വരിച്ച പ്രിയപ്പെട്ട സഹാബിയുടെ പൊന്നുമ്മ നോക്കി നിൽക്കുകയാ. ഭർത്താവിനെ ചുമന്നുകൊണ്ടുള്ള ഒട്ടകം എഴുന്നേക്കുന്നില്ല. അവസാനം പഠിച്ച പണി 18 നോക്കി ഒട്ടകം എഴുന്നേറ്റു. എന്നിട്ട് മസ്ജിദുൻ നബവിയുടെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഒട്ടകത്തിനെ തെളിക്കുമ്പോ ആ ഒട്ടകം കറങ്ങുന്നതല്ലാതെ പോകുന്നില്ല. അവസാന കറങ്ങി ഉഹദിൽ തന്നെ മുട്ടുകുത്തുകയാ. വീണ്ടും എഴുന്നേൽപ്പിച്ചു, പക്ഷേ ഒരടി മുന്നോട്ട് പോകുന്നില്ല. റസൂൽ പറഞ്ഞാൽ ഒട്ടകം സഞ്ചരിക്കേണ്ടതല്ലേ. عليك سلمنا بعد تشهدي. എല്ലാം റസൂലുള്ളാഹിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞതല്ലേ. എല്ലാ സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരല്ലേ മുത്തളി മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്ന് പറഞ്ഞിട്ടും ആ ഒട്ടകം പോകുന്നില്ല. അനുസരണക്കേടാണോ? അല്ല. എന്നെ അനുസരിക്കാതെ ഒട്ടകം ഇരിക്കൂലല്ലോ. അംർ ഇബ്നുൽ ജമൂഹിന്റെ ഭാര്യയോട് റസൂലുള്ള ചോദിച്ചു, ഈ അംർ ഇബ്നുൽ ജമൂഹ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ?
അംർ ഇബ്നുൽ ജമൂഹിന്റെ ഭാര്യ ഓർത്തെടുത്തു. സുബ്ഹാനല്ലാഹ്, നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇറങ്ങാൻ നേരത്ത് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദ, എനിക്ക് നീ രക്തസാക്ഷിത്വം തരണേ തമ്പുരാനെ. എന്നിട്ട് ദുആ ചെയ്തു, വലാ തറുദ്ദനി ഇലാഹിലി, വലാ തറുദ്ദനി ഇലാഹിലി, വലാ തറുദ്ദനി ഇലാഹിലി, എന്റെ കുടുംബത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരല്ലേ അല്ലാ. ഈ ഇറങ്ങിപ്പോകുന്ന പോക്കെന്റെ അവസാനത്തെ യാത്രയാക്കണേ അല്ലോ. എന്റെ ശരീരം വീട്ടിലേക്ക് വരുത്തുന്ന അവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ ആകാശത്തിന്റെ ആകാശത്തിന്റെ സൃഷ്ടാവായ അല്ലാഹ് കേൾക്കുകയാ. ആ പടച്ചതമ്പുരാൻ സ്വീകരിച്ചു. അംർ ഇബ്നുൽ ജമൂഹിന്റെ മയ്യത്ത് പോലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെയായി. ഇതെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ഉഹദിൽ മറമാടുകയാ. ഇന്നും ആ ഉഹദിന്റെ മൈരിക്കത്തിൽ ചെല്ലുമ്പോൾ, ആ ഉഹദ് മലയുടെ ചാരത്ത് ചെന്ന് നിൽക്കുമ്പോ, ജബലുർ റുമാത്തിന്റെ താഴ്ഭാഗത്ത് ചെന്ന് നിൽക്കുമ്പോൾ വികാരത്തോടെ ഓർക്കേണ്ട നാമമാണ് അംർ ഇബ്നുൽ ജമൂഹ്. ഒരു കാലുവേദന വന്നാ നിസ്കാരം ഒഴിവാക്കുന്നവര്, ഒരു വയറുവേദന വന്നാ നോമ്പ് പിടിക്കാത്തവര്, ഒരു തലവേദന വന്നാൽ ഖുർആൻ ശരീഫ് എടുക്കാത്തവര്, അംർ ഇബ്നുൽ ജമൂഹ് മുടമ്പനായിരിക്കവേ, വികലാംഗനായിരിക്കവേ, എല്ലാ ഉദുറുകളും അല്ലാഹുവിന്റെ ഹബീബ് വകവെച്ചു കൊടുത്തിരിക്കവേ, ഇല്ല ഇല്ല, എനിക്ക് വലുത് അല്ലാഹുവിന്റെ ദീനാണ്, പരിശുദ്ധമായ പരലോകമാ, എനിക്ക് സ്വർഗമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ പ്രിയപ്പെട്ട സഹാബി വര്യന് അല്ലാഹ് രക്തസാക്ഷിത്വം കൊടുത്തെന്ന് മാത്രമല്ല, അവസാനത്തെ ദുആ പോലെ വീട്ടിലേക്ക് മടങ്ങാനുള്ള സൗകര്യം പോലും അല്ലാഹു മാറ്റിക്കൊടുത്തു. ഇതാണ് പരിത്യാഗം. വീടെനിക്ക് വേണ്ട, എനിക്ക് എന്റെ അള്ളാന്റെ പരലോകം മതി എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ അതായിരുന്നു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. ഉഹദീങ്ങൾ കണ്ടില്ലേ? ജബലുർ റുമാത്തിൽ നിർത്തിയ കുറച്ച് ആളുകൾ. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? അവിടെ നിക്ക്, ഞാൻ പറയാതെ വരരുത്. അവര് നോക്കിയപ്പോ യുദ്ധം കഴിഞ്ഞു, എല്ലാരും വാരി കൂട്ടുക. യുദ്ധം കഴിഞ്ഞല്ല, പിന്നെന്തിനാ അവിടെ നിൽക്കുന്നത്? ഒരു സ്വയം മസല കണ്ടെത്തി. എന്തായിരുന്നു? അള്ളാന്റെ റസൂല് പറഞ്ഞത് യുദ്ധം നടക്കുമ്പോ അവിടെ നിൽക്കണം, അല്ലാത്തപ്പോ പ്രശ്നമല്ല. അങ്ങനെയല്ല. അങ്ങനെ ശൈത്താൻ പറഞ്ഞത് വലിയ ശരിയല്ലേ? ശൈത്താൻ എന്താ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞു സുജൂദ് ചെയ്യണം ആദമിന്റെ മുമ്പിൽ. സൗകര്യമില്ല പടച്ചോനെ. എന്താ കാര്യം? നിനക്ക് ഞാൻ ചെയ്യും, നീ എന്റെ ഖാലിഖാൻ, നീ എന്റെ റാസിഖാൻ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നിനക്ക് ഞാൻ ചെയ്യും. ഒറിജിനൽ തൗഹീദാ പറഞ്ഞത് ശൈത്താൻ. നിനക്ക് ഞാൻ ചെയ്യും, ചെയ്യുന്നുണ്ട്, ചെയ്യുകയും ചെയ്യും. അള്ളാഹ് പറഞ്ഞു അല്ല, ഇപ്പൊ അനുസരണയാണ് വേണ്ടത്, അവനക്ക് സുജൂദ് ചെയ്യും. ഞാൻ എന്തിന് സുജൂദ് ചെയ്യണം? എന്നെ പോലത്തെ ഒരു മഖ്ലൂഖല്ലേ അവൻ. മാത്രമല്ല എന്നെ തീ കൊണ്ട് അവനെ മണ്ണ് കൊണ്ടുമല്ലേ പടച്ചത്, അവൻ എന്തിനാ ഞാൻ സുജൂദ് ചെയ്യുന്നു? നീ എന്റെ ഖാലിഖല്ലേ, നിനക്ക് ഞാൻ ചെയ്യാൻ പടച്ചോനെ. തൗഹീദല്ല, അനുസരണയാ വേണ്ടത്. അള്ളാന്റെ റസൂൽ പറഞ്ഞു അവിടെ നിക്കി. അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേൾക്കാതെ തിരിച്ചു വന്നപ്പോൾ ചെറിയ പോയവര് തിരിച്ച് അതുവഴി കയറി വന്നു. വീണ്ടും ആക്രമണം തുടങ്ങി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വിജയശ്രീലാളിതരായി. ഒരു ചെറിയ പാഠം പഠിപ്പിച്ചു ഉഹദിൽ, അതൊഴിച്ചാൽ അവർക്ക് അള്ളാഹു പൊതുമാപ്പ് കൊടുത്തു, അവർക്ക്. ഉഹദിന്റെ സഹാബാക്കൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിലെ 2ാം ഗ്രേഡിലുള്ളവരാണ്. 1ാം ഗ്രേഡ് ബദ്രീങ്ങൾ, 2 ഉഹദീങ്ങൾ, 3 ഹുദൈബിയ സന്ധിയിൽ ഒരുമിച്ച് കൂടിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത സഹാബാക്കൾ 1499 പേർ. ഒരാൾ ഇല്ലായിരുന്നു, അത് ഉസ്മാൻ തങ്ങളാ. പക്ഷെ ഉസ്മാൻ തങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പദവി കൊടുത്തു. നബി തങ്ങൾ സ്വന്തമായി 2 കൈ ഉപയോഗിച്ച് ബൈഅത്ത് ചെയ്തു. ഹാദിഹി ബൈഅത്ത് ഉസ്മാൻ. അങ്ങനെ 1500 സഹാബാക്കൾ, അവരാണ് പ്രമുഖർ. 3ാം ഗ്രേഡ് സ്ഥാനമൊക്കെ ഉണ്ട് ഇസ്ലാമിൽ. നമ്മൾ കരുതുക എല്ലാവരും ഒരുപോലെ. ചില ആളുകൾ പറയും എല്ലാവരും അള്ളാന്റെ മുമ്പിൽ അല്ലടോ. ഇവരുള്ളവരില്ലാത്തവർ. പല്ലന ഉസ്താദും മുഹമ്മദ് കുഞ്ഞ്
പല്ലന മുഹമ്മദ് കുഞ്ഞുസ്താദും പല്ലനയിലെ സാധാരണ മുഹമ്മദ് കുഞ്ഞു ഒരുപോലെയാണോ? അല്ല അല്ല അല്ല. ഖുർആനാ പറഞ്ഞത്. എത്രത്തോളം അല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും ഇല്ലാത്തവരും സമന്മാരാകുമെന്ന് അല്ലാഹ് ചോദിച്ചു. ഏത് വാക്കുകൊണ്ടാ ചോദിച്ചത്? ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരുപോലെയല്ല. ഇത് പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ വാക്ക് ലാ യസ്തവി, ഇസ്തവാ, സമം, സാമ്യം, ആ വാക്കാ പറഞ്ഞത്. അതേ വാക്കുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ് ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നരകാവകാശികളും സ്വർഗാവകാശികളും ഒരുപോലെയാണോ? അല്ല. അതേപോലെ വിവരമുള്ളവരും അല്ലാത്തവരും ഒരുപോലെയല്ല എന്ന് വെച്ചിട്ട് വിവരമുള്ളവർ സ്വർഗത്തിലും അല്ലാത്തൊരു നരകത്തിലും ഒന്നല്ല. അത്രയും വ്യത്യാസമുണ്ട് എന്ന് ആ വാക്കിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.